സിനിമയിലെ താരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വല്ലാത്ത വേദനയിലേക്ക് നീങ്ങാറുണ്ട്. കാരണം അവരെത്തിയ കഥാപാത്രങ്ങളിലൂടെ, അവർ നൽകിയ സിനിമകളിലൂടെ നമ്മൾ അവരെ എപ്പോഴും ഓർക്കും. ആ സിനിമകൾ വെച്ച് അവരെ വിലയിരുത്തും. അതിലൂടെ തന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വല്ലാത്ത വിഷമവുമാകും. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് സുപരിചിതമായി മാറിയ ഒരുപാട് സിനിമകളിൽ പ്രവർത്തിച്ചിരുന്ന, സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിക്ക് ഗുരുതര രോഗമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പിന്നാലെ ഭാര്യയ്ക്ക് ക്യാൻസറും. കുഴഞ്ഞു വീഴുകയായിരുന്നു ഈ താരം. കുടുംബത്തിനു വേണ്ടി സഹായമർപ്പിച്ചാണ് ഇപ്പോൾ എത്തുന്നത്. സിനിമാ രംഗത്ത് ആർട്ട് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു സജീവൻ എല്ലാ സിനിമകളിലും വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. സിനിമയിൽ അകത്തും പുറത്തും നിരവധി സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തി. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും കുടുംബത്തിനോടൊപ്പം ഇപ്പോൾ നിരവധി പേർ പ്രാർത്ഥനയുമായി എത്തുന്നുണ്ട് എന്നതാണ് സത്യം. ഭാര്യ രമയും ഗുരുതര രോഗം ബാധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത അവസ്ഥയിലാണ്. സജീവന് തലച്ചോറിന് TBയും ഭാര്യയ്ക്ക് ക്യാൻസറുമാണ്. സജീവൻ വളരെയധികം സജീവമായി സിനിമയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. എല്ലായിടത്തും സൗഹൃദമുള്ളത് കൊണ്ട് തന്നെ സിനിമയിൽ ഉടനീളം നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹം സിനിമയിൽ വളരെ ആക്റ്റീവായി നിന്ന വ്യക്തിയാണ്. ഒരിക്കൽ പോലും ഒരു വർക്കിൽ പോലും തനിക്ക് മടുപ്പെന്നോ തനിക്ക് വയ്യ എന്നോ അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കില്ല എന്നോ ഒരിക്കൽ പോലും സജീവൻ പറഞ്ഞിട്ടില്ല. എപ്പോഴും എല്ലായിടത്തും ഓടിയെത്താൻ സജീവൻ എപ്പോഴും ശ്രമിക്കാറുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ സജീവൻ ഇത് സംഭവിച്ചത്. അതാണ് എല്ലാവർക്കും വിഷമം. സെറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കാൻ സജീവൻ എപ്പോഴും മുൻകൈ എടുക്കാറുണ്ട്. അങ്ങനെ സിനിമയിൽ സജീവമായി നിന്ന് സന്തോഷത്തോടെ അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയത് തന്നെ അദ്ദേഹത്തിനെ വല്ലാതെ അലട്ടിയിരുന്നുവെങ്കിലും അദ്ദേഹം ജോലി ചെയ്ത് അദ്ദേഹം കഷ്ടപ്പെട്ട് അവരെ ചികിത്സിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവസാനം അദ്ദേഹത്തിന്റെ അവസ്ഥ ഇങ്ങനെയായി പോയി. അദ്ദേഹം കൂടി കിടപ്പിലായ അവസ്ഥ. ഇനി ആ കുടുംബത്തിനെ ആര് പോറ്റുമെന്ന് പോലും അറിയില്ല. ഇപ്പോൾ അവരെ സഹായിക്കാനായി നിരവധി പേർ ബാങ്ക് അക്കൗണ്ടുമായി രംഗത്ത് വരുന്നുണ്ട്. അവർക്ക് സഹായം വേണമെന്നും നമ്മുടെ എല്ലാവരുടെയും സഹായത്തോടെ മാത്രമേ സജീവന് ഇനി ജീവിക്കാനും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇനി ഇത് ചികിത്സിക്കാനും ആവുകയുള്ളൂ എന്ന് പറയുന്നു. ദിനംപ്രതി ജീവിച്ചു പോകാൻ പോലും അവരുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല. അപ്പോൾ ചികിത്സിച്ച് ഭേദമായതിനു ശേഷം ഇനി മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനാവുകയുള്ളൂ. രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സിനിമയ്ക്കകത്തും പുറത്തുമുള്ള സൗഹൃദത്തിലുള്ള ആളുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് വഴി പല രീതിയിലും സഹായം അഭ്യർത്ഥിച്ച് ഇപ്പോൾ എത്തുന്നത്. അക്കൂട്ടത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും എത്തുന്നത്. എന്നും നിന്റെ മൊയ്തീൻ, ഹൗ ഓൾഡ് ആർ യു, മഹേഷിന്റെ പ്രതികാരം, 19-ാം നൂറ്റാണ്ട്, ടേക്ക് ഓഫ്, ക്യാപ്റ്റൻ തുടങ്ങി നിരവധി സിനിമകളിൽ കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്ന പയ്യന്നൂർ സ്വദേശിയായ സജീവൻ വർഷങ്ങളായി തന്നെ തിരുവനന്തപുരത്താണ് ഇദ്ദേഹം താമസിച്ചു കൊണ്ടിരുന്നത്. 4 മാസം മുൻപായിരുന്നു അദ്ദേഹം കുഴഞ്ഞു വീണത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയാണ്. എല്ലാവരും സഹായിക്കണമെന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത്. 4 മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ ഒരു സിനിമാ ചിത്രീകരണത്തിനിടെയായിരുന്നു കുഴഞ്ഞു വീണത്. പരിശോധനയിൽ തലച്ചോറിൽ TB രോഗം സ്ഥിരീകരിച്ചിരുന്നു. നിരവധി ശസ്ത്രക്രിയകൾ കഴിഞ്ഞു. പിന്നെ പൂർണ്ണമായും കിടപ്പിലായി. സജീവന്റെ ചികിത്സയ്ക്കിടെയാണ് ഭാര്യ രമയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത്. 7 ശസ്ത്രക്രിയകൾ പൂർത്തിയായി. ഇനിയും ചെയ്യാനുണ്ട് 3 ശസ്ത്രക്രിയകൾ. സജീവനെ കിടപ്പിലായതോടെ രമയുടെ തുടർ ചികിത്സയും മുടങ്ങി എന്ന് തന്നെ പറയണം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.